ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ട്രാൻസ്ഫോമറും ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും ബാക്ക് EMFൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Question number 1. The electrical equipment which is rated in terms of KVA. അതായത് KVAയിൽ റേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഏതാണ് അല്ലേ? ഓപ്ഷൻ എ കപ്പാസിറ്റർ, ഓപ്ഷൻ ബി AC മോട്ടർ, ഓപ്ഷൻ സി ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ഡി റിയാക്ടർ. ഏതാണ്? നമുക്കറിയാം KVAയിൽ റേറ്റ് ചെയ്യുന്നത് ഏത് തന്നെയാണ്? നമ്മളുടെ ട്രാൻസ്ഫോമർ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേഷനറി ഡിവൈസ് ആണ് അല്ലേ. അറിയാലോ, ഒരു സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേഷനറി ഡിവൈസ് എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈസ് ആണ് നമ്മളുടെ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അല്ലേ. ചെറിയ ക്ലാസ്സുകളിലേ പഠിച്ചിട്ടുള്ളതല്ലേ. ആ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണ്? എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ അറിയാം. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ. ബേസ്ഡ് അപ്പോൺ ദെയർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ലെവൽ അനുസരിച്ചിട്ട്. അതുകൂടാതെ എന്താണ്? ട്രാൻസ്ഫോമറിന് കുറേ ലോസസ് ഒക്കെ നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമർ സാധാരണ റേറ്റ് ചെയ്യുന്നത് അല്ലേ, അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? KVAയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക, ഏതിലാണ്? KVAയിലാണ്. Question number 2. Transformer operation in parallel will share the load depends upon. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ട്രാൻസ്ഫോമർ ഓപ്പറേറ്റിംഗ് ഇൻ പാരലലായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വിൽ ഷെയർ ദ ലോഡ് അല്ലേ. ലോഡ് ഷെയർ ചെയ്യും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഓപ്ഷൻ എ റേറ്റിംഗ്, ഓപ്ഷൻ ബി ലീക്കേജ് റിയാക്ടൻസ്, ഓപ്ഷൻ സി എഫിഷ്യൻസി, ഓപ്ഷൻ ഡി പെർ യൂണിറ്റ് ഇമ്പിഡൻസ്. എന്തിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലോഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? പെർ യൂണിറ്റ് ഇമ്പിഡൻസിനെയാണ്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പെർ യൂണിറ്റ് ഇമ്പിഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ പാരലൽ ഓപ്പറേഷൻസ് ഓഫ് എന്താണ് ട്രാൻസ്ഫോമറിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അതിൽ രണ്ട് കണ്ടീഷൻസ് നോക്കിയത് വോൾട്ടേജ് റേറ്റിംഗ് മെൻഷൻ ഓൺ ദ എന്താണ് നെയിം പ്ലേറ്റ് ഓഫ് ട്രാൻസ്ഫോമർ ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ മസ്റ്റ് ബി സെയിം. ഒരേപോലത്തെ വോൾട്ടേജ് റേറ്റിംഗ് ആയിരിക്കണം അല്ലേ. നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് നോക്കേണ്ടത്? ദ വോൾട്ടേജ് റേറ്റിംഗ് മെൻഷൻ ഓൺ ദ നെയിം പ്ലേറ്റ് ഓഫ് ട്രാൻസ്ഫോമർ ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ എന്തായിരിക്കണം? സെയിം വോൾട്ടേജ് റേറ്റിംഗിലുള്ളതായിരിക്കണം. അതുകൂടാതെ എന്താണ്? ദ ട്രാൻസ്ഫോമർ മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ കറക്റ്റ് പൊളാരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ എന്താണ്? ട്രാൻസ്ഫോമർ ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ വിൽ ഷെയർ ദ ലോഡ് ഡിപ്പെൻഡിങ് അപ്പോൺ. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പെർ യൂണിറ്റ് ഇമ്പിഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നോക്കി വെക്കുക, ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെസസറി കണ്ടീഷൻ ഓഫ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആയിരിക്കണം. അതുപോലെ എന്താണ്? പൊളാരിറ്റി അല്ലേ, കണക്ട് ചെയ്യുന്ന പൊളാരിറ്റി. ട്രാൻസ്ഫോമർ മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ കറക്റ്റ് പൊളാരിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ചൂസ് ചെയ്യേണ്ടത്. അത് മാത്രം ഒന്ന് നോക്കി പോവുക കേട്ടോ. അപ്പോൾ ലോഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ പെർ യൂണിറ്റ് ഇമ്പിഡൻസിനെയാണ്. Question number 3. Stepped core are used in transformers in order to reduce. സ്റ്റെപ്ഡ് കോർ യൂസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫോമർ അല്ലേ. അത് എന്ത് റെഡ്യൂസ് ചെയ്യാനാണ്? ഓപ്ഷൻ എ വോളിയം ഓഫ് അയൺ, ഓപ്ഷൻ ബി വോളിയം ഓഫ് കോപ്പർ, ഓപ്ഷൻ സി അയൺ ലോസസ്, ഓപ്ഷൻ ഡി റിലക്റ്റൻസ് ഓഫ് കോർ. ഇങ്ങനെയാണ്. അതായത് as the rating are increased, സ്റ്റെപ്ഡ് അല്ലെങ്കിൽ എന്താണ് മൾട്ടി സ്റ്റെപ്ഡ് കോർ നമ്മൾ പ്രിഫർ ചെയ്യും. റേറ്റിംഗ് കൂടുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്ഡ് അല്ലെങ്കിൽ എന്താണ് മൾട്ടി സ്റ്റെപ്ഡ് കോർ നമ്മൾ പ്രിഫർ ചെയ്യും. അങ്ങനെ പ്രിഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ കൂടാതെ എന്താണ് റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് മീൻ ടേൺ ആൻഡ് റിസൾട്ട് സേവിങ് ഇൻ കോപ്പർ ബിസൈഡ്സ് ഇൻക്രീസിങ് എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ് റെഗുലേഷൻ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്ഡ് കോർ നമ്മൾ ഒരു ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ അല്ലേ, വോളിയം ഓഫ് കോപ്പർ റെഡ്യൂസ് ചെയ്യും. പക്ഷേ എന്ത് ഇംപ്രൂവ് ചെയ്യും? മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്ന മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? വോളിയം ഓഫ് കോപ്പർ ആണ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 4. The core of the transformer is made up of അല്ലേ. കോർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അറിയാവുന്നതാണ് അല്ലേ, കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ. ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി എയർ, ഓപ്ഷൻ ഡി സോഫ്റ്റ് അയോൺ. ട്രാൻസ്ഫോമറിൻ്റെ കോർ എന്തുകൊണ്ടാണ്?
സോഫ്റ്റ് അയോൺ ആണ് അല്ലേ. എന്തുകൊണ്ടാണ് സോഫ്റ്റ് അയോൺ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് അയോൺ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ എന്ന് പറയും. കോറിൻ്റെ രണ്ടും ചോദിക്കാറുണ്ട്. ഇതിൽ സിലിക്കൺ സ്റ്റീൽ ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം കേട്ടോ. അതായത് ട്രാൻസ്ഫോമറിൻ്റെ കോറ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സോഫ്റ്റ് അയോൺ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ്. സോഫ്റ്റ് അയോൺ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൈ പെർമിയബിലിറ്റി ആണ് അല്ലേ. അത് എന്ത് അലോ ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ഓൺ ദ പ്രൈമറി കോയിൽ ടു ലിങ്ക് കംപ്ലീറ്റ്ലി ടു ദ സെക്കൻഡറി. പിന്നെ അതുകൂടാതെ ഹൈ കൊഹോസിവിറ്റി, ലോ റിറ്റൻറ്റിവിറ്റി ഒക്കെ ആർക്കുണ്ട്? സോഫ്റ്റ് അയോൺ ഉണ്ട്. പിന്നെ അതെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്. നമ്മൾ സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താണ്? ഇറ്റ്സ് മോർ പെർമിയബിൾ ദാൻ സോളിഡ് അയോൺ. സോളിഡ് അയോണിനെയും കാട്ടി പെർമിയബിൾ കൂടുതലാണ് ആർക്ക്? സിലിക്കൺ സ്റ്റീലിന്. ഓക്കെ, അപ്പോൾ ദ യൂസസ് ഓഫ് മെയിൻലി ഡെൻസിലി പാക്ഡ് ലാമിനേറ്റഡ് സ്റ്റീൽ റെഡ്യൂസ് ഇഷ്യൂ ഓഫ് സർക്കുലേറ്റിംഗ് കറണ്ട് ആൻഡ് ഓവർ ഹീറ്റിംഗ്. രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് കൂടി നോക്കി പോവുക കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഏതാണ്? നമുക്ക് ഈ ഓപ്ഷനിൽ സോഫ്റ്റ് അയോൺ അല്ലെങ്കിൽ എന്താണ്? സിലിക്കൺ സ്റ്റീൽ ഓർത്ത് വെക്കുക കേട്ടോ. സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ എന്താണ്? സോഫ്റ്റ് അയോൺ കൊണ്ടാണ് നമ്മൾ എന്താണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ കോറ് മെയ്ഡ് ചെയ്യുന്നത്. Question number 5. Which is the only transformer whose primary and secondary are connected to each other electrically? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രൈമറിയും സെക്കൻഡറിയും ഇതിലാണ് കണക്ട് ചെയ്യുന്നത് സിംഗിളായിട്ട്? അത് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. നോക്കിയേ, ഷീൽഡഡ് വൈൻഡിങ് ട്രാൻസ്ഫോമർ, ഇൻസുലേറ്റിംഗ് ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ, ഐസൊലേറ്റിംഗ് ട്രാൻസ്ഫോമർ. ഏതിലാണ് കണക്ട് ചെയ്യുന്നത്? പ്രൈമറിയും സെക്കൻഡറിയും ഒരുമിച്ചിട്ട് അത് ഓട്ടോ ട്രാൻസ്ഫോമറിലാണ് അല്ലേ. അതായത് ഒരു സിംഗിൾ വൈൻഡിങ് ഈസ് യൂസ്ഡ് ആസ് പ്രൈമറി വൈൻഡിങ് ആസ് വെൽ ആസ് എന്താണ്? സെക്കൻഡറി വൈൻഡിങ് ആയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? ഈ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. Question number 6. A short circuit test on a transformer give. നമ്മൾ ട്രാൻസ്ഫോമറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും കണ്ടക്ട് ചെയ്യാറുണ്ട്, അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ്, ഓപ്ഷൻ ബി കോപ്പർ ലോസ് അറ്റ് എനി ലോഡ്, ഓപ്ഷൻ സി കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ്, ഓപ്ഷൻ ഡി കോപ്പർ ലോസ് അറ്റ് ഓവർലോഡ്. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ട്രാൻസ്ഫോമർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നോക്കിയത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ കോപ്പർ ലോസ്. എന്തിനാണത്? കോപ്പർ ലോസ്. ഓർത്ത് വെക്കുക, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? കോപ്പർ ലോസ്. അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്തിനാണ്? കോർ ലോസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം കേട്ടോ. അതായത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് വന്നിട്ട് എന്താണ്? കോപ്പർ ലോസിനെയും, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് വന്നിട്ട് അത് എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? കോർ ലോസസിനെയാണ്. സോ ഓപ്പൺ circuit test is carried out low voltage side when the high voltage side is open circulated. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോർ ലോസ് അല്ലേ. കോർ ലോസ് അറ്റ് എവിടെയാണ്? ഫുൾ ലോഡാണ്. ഫുൾ ലോഡ് കോർ ലോസസ് അറ്റ് എന്തിനകത്താണ്? ഫുൾ ലോഡാണ്. എനി ലോഡ് പറയാൻ പറ്റില്ല, ഹാഫ് ലോഡ് പറയാൻ പറ്റില്ല, ഓവർ ലോഡൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് തന്നെയാണ്? കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ് കണ്ടീഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Next question, question number 7. What is the function of the oil in transformer to provide? എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ ഓയിലിൻ്റെ ഫങ്ഷൻ അല്ലേ? ഓപ്ഷൻ എ ഇൻസുലേറ്റിംഗ് ആൻഡ് കൂളിംഗ്, ഓപ്ഷൻ ബി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഷോർട്ട് സർക്യൂട്ട്, ഓപ്ഷൻ സി പ്രൊട്ടക്ഷൻ എ ഷോർട്ട് സർക്യൂട്ട്, ഓപ്ഷൻ ഡി ലൂബ്രിക്കേഷൻ. അപ്പോൾ എന്താണ് നമ്മളുടെ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ മെയിൻ ഫങ്ഷൻ ട്രാൻസ്ഫോമറിൽ? അത് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്താണ്? അതിൽ ഇൻസുലേഷൻ മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ പർപ്പസ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ കൺവെൻഷൻ ഫ്രം വൈൻഡിങ് ആൻഡ് കോർ ടു ദ കൂളിംഗ് സർഫസ്. ഇതിന് വേണ്ടി തനിയെ കുറേ യൂണിറ്റ്സുകളൊക്കെ ഉണ്ട് അല്ലേ ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ നമ്മൾ ഈ സബ്സ്റ്റേഷനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ കൺവെൻഷൻ ഫ്രം വൈൻഡിങ് ആൻഡ് കോർ ടു ദ കൂളിംഗ് സർഫസ് ആണ്. അപ്പോൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൂടാതെ എന്താണ്? എക്സ്റ്റിങ്ക്വിഷസ് ഫയർ ദാറ്റ് occur due to fault occurring in the winding. അപ്പോൾ മെയിൻ പർപ്പസ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ നോക്കി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ് ആണ് എന്തിൻ്റെ? ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഫങ്ഷൻ.
Question number 8. Voltage regulation of a transformer is negative for എപ്പോഴാണ് അല്ലേ വോൾട്ടേജ് റെഗുലേഷൻ അല്ലേ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവ് ആവുന്നത്? ഓപ്ഷൻ എ ഇൻഡക്റ്റീവ് ലോഡ്, ഓപ്ഷൻ ബി കപ്പാസിറ്റീവ് ലോഡ്, ഓപ്ഷൻ സി റെസിസ്റ്റീവ് ലോഡ്, ഓപ്ഷൻ ഡി നോ ലോഡ്. ഏതിലാണ്? വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ്? ചേഞ്ച് ഇൻ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് അറ്റ് സ്പെസിഫിക് പവർ ഫാക്ടർ ഓഫ് ലോഡ് ദാറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ. അതായത് നോ ലോഡ് സെക്കൻഡറി വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് സെക്കൻഡറി വോൾട്ടേജ് ബൈ എന്താണ് എഴുതുന്നത്? നോ ലോഡ് സെക്കൻഡറി വോൾട്ടേജ്. അതാണ് എന്ത്? വോൾട്ടേജ് റെഗുലേഷൻ. അതായത് E2 മൈനസ് V2 ബൈ E2 ആണ്. അപ്പോൾ നോക്കിയേ, പോസിറ്റീവ് സൈനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലാഗിങ് ലോഡാണ്, നെഗറ്റീവ് സൈൻ ആണെങ്കിൽ അത് ലീഡിങ് ലോഡാണ്. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവിൽ എപ്പോൾ മാത്രമാണ്? അത് കപ്പാസിറ്റീവ് ലോഡിലാണത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഏതിലാണത്? കപ്പാസിറ്റീവ് ലോഡിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 9. The efficiency of a power transformer is maximum at എപ്പോഴാണ് പവർ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി മാക്സിമം ആവുന്നത്? ഓപ്ഷൻ എ നിയർലി ഫുൾ ലോഡ്, ഹാഫ് ഫുൾ ലോഡ്, 1/4 ഫുൾ ലോഡ്, 1/8 ഫുൾ ലോഡ്. എപ്പോഴാണ് എഫിഷ്യൻസി ഓഫ് എ പവർ ട്രാൻസ്ഫോമർ മാക്സിമം ആവുന്ന കണ്ടീഷൻ? നിയർലി ഫുൾ ലോഡാണ്. എപ്പോഴാണത്? നിയർലി ഫുൾ ലോഡാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അതായത് നമ്മൾ കുറേ ലോഡുകൾ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ എപ്പോഴും എന്താണ്? എഫിഷ്യൻസി ഗ്രേറ്റർ ദാൻ 90% ആയിരിക്കും. ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 90% ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ഫോമർ എങ്ങനെയാണ്? പവർ ട്രാൻസ്ഫോമർ ആർ ഓപ്പറേറ്റഡ് ഓൺ ഫുൾ ലോഡ്, ഹെൻസ് പവർ ട്രാൻസ്ഫോമർ ആർ ഡിസൈൻ ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി. എപ്പോഴാണ് അത് ഡിസൈൻ ചെയ്യുന്നത്? എന്നിലാണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ തന്നെയാണ്. ഓർത്ത് വെക്കണം കേട്ടോ. Question number 10. CRGO lamination in a transformer are used to minimize. എന്തിനാണ് നമ്മൾ CRGO lamination? എന്താണ് ഈ CRGO? അതായത് കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീലിനെയാണ് ഈ CRGO എന്ന് പറയുന്നത്. എന്താണ്? കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീൽ. ഓക്കെ, അത് ട്രാൻസ്ഫോമറിൽ ലാമിനേറ്റ് ചെയ്യേണ്ട ആ ഒരു CRGO ലാമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അത് എന്ത് മിനിമൈസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് CRGOൻ്റെ ഫുൾ ഫോം ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അതെന്താണ്? കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെന്തിനെയാണ് മിനിമൈസ് ചെയ്യുന്നത്? ആ ലാമിനേഷൻ ഒരു ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് മിനിമൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഡി കറൻറ്റും അതുപോലെ ഹിസ്റ്ററിസിസ് ലോസും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ്? ബോത്ത് എഡി കറൻറ്റ് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ് നോക്കി വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ CRGO ലാമിനേഷൻ ട്രാൻസ്ഫോമറിൽ എന്താണ് മിനിമൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ എഡി കറൻറ്റ് ലോസും അതുപോലെ ഹിസ്റ്ററിസിസ് ലോസും അത് മിനിമൈസ് ചെയ്യും. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ നന്നായി പഠിച്ചു പോവുക. ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുക, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നോക്കുക, അതായത് കോർ, ഷെൽ അതുപോലെയുള്ള എല്ലാ ക്ലാസിഫിക്കേഷൻസും നോക്കി തന്നെ പോവുക കേട്ടോ. അതുപോലെ ട്രാൻസ്ഫോമർ റൈറ്റിംഗ്, EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ നന്നായി പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. പിന്നെ ഓരോ പാർട്സുകളും, ഓയിൽസ്, അങ്ങനെയുള്ള ബ്രീത്തർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോമർ പാർട്സുകൾ ഉണ്ടല്ലോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ പാർട്സുകളും നന്നായി നോക്കി പോകേണ്ടതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.